വിദ്യാർത്ഥികൾ നാടിന്റെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിൽ കാലോചിത മാറ്റങ്ങൾ അനിവാര്യമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആലുവ മഹാത്മാഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും എം.എൽ.എ. മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എം.എൽ.എ. അൻവർ സാദത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ മുഴുവൻ സ്വപ്നവും പ്രതീക്ഷയുമാണെന്നും ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച് സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പുരോഗതിക്ക് സംഭാവന നൽകാൻ അവർ പ്രാപ്തരാകണമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ആലുവ മഹാത്മാഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമവും എം.എൽ.എ. മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും ലോകത്ത് വിദ്യാർത്ഥികൾ പുതിയ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കണമെന്നും ആഗോള തൊഴിൽ മേഖലകളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ അക്കാദമിക് പ്രോഗ്രാമുകളും ആധുനിക പഠന സംവിധാനങ്ങളും സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനൊപ്പം ലോകത്തിലെ പ്രമുഖ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണരംഗത്തും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡാറ്റ അധിഷ്ഠിത ഭരണ സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രത്യേക ഡാഷ്ബോർഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 100 ദിവസത്തിനകം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന 550ഓളം പദ്ധതികളുടെ പുരോഗതി ഇതിലൂടെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സുതാര്യമായി വിലയിരുത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ അഭിമാനകരമാണെന്നും രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലുവ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളുടെ ക്ഷേമകാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന എം.എൽ.എ. അൻവർ സാദത്തിന്റെ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനായി ആലുവയിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിച്ച സൗജന്യ യാത്രാ സൗകര്യം അവരോടുള്ള ആദര സൂചകമാണെന്നും അതിലൂടെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റം ലക്ഷ്യമിടുന്നതാണെന്നും ഒരു വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ആദരിച്ചു. എം.എൽ.എ. അൻവർ സാദത്ത് അധ്യക്ഷനായിരുന്നു. എം.പിമാരായ ബെന്നി ബെഹന്നാൻ, ജെബി മേത്തർ എന്നിവർ മുഖ്യാതിഥികളായി. ആലുവ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സൈജി ജോളി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ്, ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റും സോണൽ ഹെഡുമായ CM ശശിധരൻ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.